യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 14-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. യേശുവിനെ സന്ദർശിക്കാൻ വന്ന ജ്ഞാനികൾ യേശുവിന് 3 കാണിക്കകൾ സമർപ്പിച്ചു: പൊന്നും, മീറയും, കുന്തിരിക്കവും. ഈ 3 സമ്മാനങ്ങളും യേശുവിൻ്റെ 3 പ്രത്യേകതകളായാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് അവർ സ്വർണം സമർപ്പിച്ചു. സ്വർണം യേശുവിൻ്റെ രാജത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശു രാജാവാണെന്നും യേശു രാജവംശത്തിൽപ്പെട്ടവനാണെന്നും യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണെന്നും ഒക്കെ ഇതിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശുവിനെ രാജാവായി കണ്ട് യേശുവിന് അവർ പൊന്ന് സമർപ്പിച്ചു. രണ്ടാമതായി അവർ സമർപ്പിച്ചത് മീറയാണ്. ഈ മീറ യേശുവിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. യേശു മരിക്കുന്ന സമയത്ത്, യേശുവിനെ അടക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ മീറയും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചാണ് യേശുവിൻ്റെ ശരീരം അവർ അടക്കം ചെയ്തത്. യേശു മനുഷ്യനാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന്റെ ഭാഗമായി യേശു മരിക്കുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മീറ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് അവർ സമർപ്പിച്ചത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം, ധൂപമും സമർപ്പിക്കുന്നത് ദൈവത്തിനാണ്. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിനാണ് ധൂപം അർപ്പിക്കണം. ദൈവത്തിന് ധൂപം അർപ്പിക്കാനാണ് കുന്തിരിക്കം ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശുവിന് കുന്തിരിക്കം സമർപ്പിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു ദൈവമാണ് എന്നാണ്. യേശുവിന്റെ ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 സമ്മാനങ്ങളും യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ 3 പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നു. യേശു രാജാവാണെന്നും യേശു മനുഷ്യപുത്രനാണെന്നും യേശു ദൈവമാണെന്നും ഈ 3 സമ്മാനങ്ങളും സൂചിപ്പിക്കുന്നു. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ യേശുവിന്റെ ഈ 3 പ്രത്യേകതകളെ മനസ്സിലാക്കുവാനും യേശുവിനെ അങ്ങനെ തന്നെ നമ്മുടെ രാജാവായും നമ്മുടെ ഇടയിൽ അവതരിച്ച മനുഷ്യപുത്രനായും ദൈവമായും നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.